ഹലോ ഗൈസ്, അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ റെസിപ്പി ഞാൻ പറഞ്ഞത്. ഇത് എൻ്റെ സ്വയം കൃതിയാണ്. അതിലേക്ക് വേണ്ടത് നമുക്ക് സവാള, തക്കാളി, ക്യാപ്സിക്കം, പച്ചമുളക്, പിന്നെ മല്ലിയില, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ പനീർ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഒരു കടായി എടുക്കണം. അതിലേക്ക് കുറച്ച് എണ്ണ, ഞാനിത് ഹെൽത്ത് വൈസ് ഉണ്ടാക്കുന്ന എണ്ണയൊക്കെ കുറച്ച് ചേർത്തുള്ളൂ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് സെറ്റ് ആവാനായിട്ട് അടച്ചു വെക്കാം. ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ തുറന്ന് വെച്ച് ഇളക്കി എടുക്കാം. ആ ഗ്യാപ്പിൽ ഞാൻ ചപ്പാത്തി മാവ് സെറ്റാക്കാൻ പോയി. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ വെജിറ്റബിൾസ് എല്ലാം സെറ്റായി. അങ്ങനെ അതിലേക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി പിന്നെ അടച്ചു വെച്ചു. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മസാലാസ് എല്ലാം ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കറി മസാല, പിന്നെ കസൂരി മെത്തി എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഉടയ്ക്കാതെ ഒന്നുകൂടെ ഇളക്കി പിന്നെ ഞാൻ എന്ത് ചെയ്തു, അടച്ചു വെച്ചു. അപ്പോൾ ആവി കയറി വെന്തതിന് ശേഷം പിന്നെ തുറന്ന് കുറച്ച് വെള്ളം തളിച്ചു, പിന്നെ അടച്ചു വെച്ചു. അതിനുശേഷം എടുത്തിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ആയിട്ട് അരച്ചായിരുന്നു, അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് വേവാനായിട്ട് തീ കുറച്ച് വെക്കണം. അപ്പോൾ കുറച്ച് വെക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. ആ വെന്ത് വരുമ്പോൾ നല്ലൊരു മണം അങ്ങോട്ട് വരും. എൻ്റെ സാറ് ഇത് അടിപൊളി ടേസ്റ്റി ആയിട്ട് ഡിഷ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചപ്പാത്തിയോ പൂരിയോ ദോശയോ എന്തിൻ്റെ കൂടാണ് കഴിക്കാം. അപ്പോൾ അത്രയുള്ളൂ.